അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് റമദാൻ 1 നമ്മൾ നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുലർച്ചെ എണീച്ചതാണ്. ഞാൻ എണീച്ചപ്പോൾ എൻ്റെ കൂടെ എൻ്റെ 2 മക്കളും എണീച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും ബീഫ് കറിയുമാണ് കേട്ടോ. അതേപോലെ തന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലേറ്റും പൊക്കവടയും. അപ്പം നമ്മൾ പൊക്കവടക്കും കട്ട്ലേറ്റിനുള്ള സവാള കരിഞ്ഞ് വെച്ചു. പിന്നെ പത്തിരി ഇതുപോലെ കല്ലിൽ പരത്തിയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടാക്കാറുള്ളത്. ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് മെഷീനിൽ മാത്രം പ്രസ് ചെയ്തിട്ട് പത്തിരി ഉണ്ടാക്കൽ. പക്ഷെ നമ്മുടെ വീട്ടിൽ ഉപ്പാക്ക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് നിർബന്ധം തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പൊക്കവട റെഡിയായി. അതേപോലെ തന്നെ കട്ട്ലേറ്റൊക്കെ ഏകദേശം സെറ്റായി. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. സ്നാക്സൊക്കെ റെഡിയായി കേട്ടോ. ഇനി നമുക്കുള്ളത് ഇത് തരിക്കഞ്ഞിയാണ്, നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. ഇനി അടുത്തത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ പരിപാടിയാണ് കേട്ടോ. അതിൻ്റെ ആശാന് വേറെ ആരുമില്ല, എൻ്റെ ഉപ്പയാണ്. എല്ലാ നോമ്പിനും നമ്മുടെ വീട്ടിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ജ്യൂസ് ഉണ്ടാക്കലൊക്കെ ഉപ്പയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പം നോമ്പ് തുറക്കാനുള്ള ഐറ്റംസ് ഒക്കെ റെഡിയായി. നമ്മൾ നോമ്പ് തുറക്കുകയാണ്. നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പത്തിരിയും കറിയൊക്കെ കഴിക്കണം കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വിശേഷമായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.